മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ 8 ഗ്രാമപഞ്ചായത്തുകളും മാലിന്യമുക്തമായി പ്രഖ്യാപിക്കപ്പെട്ടതിനെ തുടർന്ന് മുതുകുളം ബ്ലോക്ക് പഞ്ചായത്തും മാലിന്യമുക്ത ബ്ലോക്കായി പ്രഖ്യാപിച്ചു. പ്രസിഡന്റ് ഡി അംബുജാക്ഷിയാണ് പ്രഖ്യാപനം നടത്തിയത്. മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ 8 ഗ്രാമപഞ്ചായത്തുകളും മാലിന്യമുക്തമായി പ്രഖ്യാപിക്കപ്പെട്ടതിനെ തുടർന്ന് മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് മാലിന്യമുക്ത ബ്ലോക്ക് പഞ്ചായത്തായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി പ്രഖ്യാപിച്ചു. ഗ്രാമപഞ്ചായത്തുകൾ വീടുകൾക്ക് സമർപ്പിച്ചു നൽകിക്കൊണ്ടും ജൈവ അജൈവ മാലിന്യങ്ങളെ സെഗ്രിഗേറ്റ് ചെയ്ത് അതിനെ വേർതിരിച്ച് സ്ഥാപിക്കുവാനുള്ള ബിന്നുകൾ കൊടുത്തുകൊണ്ടും തുമ്പോർ വഴി മോഡലിൽ എയ്റോബിക് കമ്പോസ്റ്റ് യൂണിറ്റ് ബ്ലോക്ക് തലത്തിലും ഒക്കെ കൊടുത്തുകൊണ്ട് അങ്ങനെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളിലൂടെ ഒരു വലിയ ജനപങ്കാളിത്തത്തോടുകൂടി നടത്തിയ ഒരു വലിയ യജ്ഞത്തിന്റെ ബ്ലോക്ക് തല സാക്ഷാത്കാരത്തിന്റെ ഒരു ദിനമാണിന്ന്. ഇവിടെ നമ്മൾ 100% അച്ചീവ് ചെയ്തോ എന്ന് ചോദിച്ചാൽ ഗവൺമെന്റ് തന്നെ പറയുന്നത് ഒരു 80% വന്നു കഴിയുമ്പോൾ നമുക്ക് പ്രഖ്യാപനം പഞ്ചായത്ത് തലത്തിൽ നടത്താം. എന്നാൽ അവിടെ വെച്ച് തീർന്നില്ല, ഇതൊരു തുടർ പ്രവർത്തനമായി നമ്മൾ കൊണ്ടുപോകണം. ആ 100% എത്തിയ പഞ്ചായത്തുകളാണ് ഇവിടെ എത്തിയിട്ടുള്ളവരല്ല. നല്ല രീതിയിൽ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചു, പൊതു ഇടങ്ങൾ പരിശോധിച്ചു, അതുപോലെ അയൽക്കൂട്ടങ്ങളെ വിലയിരുത്തി, ഒരു വാർഡ് തലത്തിലുള്ള മുഴുവൻ അസസ്മെന്റുകളും അവിടെ പൊതുസ്ഥാപനങ്ങൾ ഏതൊക്കെയുണ്ട്, ലൈബ്രറികൾ ഉണ്ടോ, അതുപോലെ തന്നെ ബീച്ചുകൾ തന്നെ വന്നാൽ അങ്ങനെയുള്ള ഉണ്ടോ, ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ ഘടകങ്ങള്, ഒരു നല്ല വാർഡ്, ഒരു നല്ലതായി പ്രവർത്തിക്കുന്ന മെമ്പർ, ഇങ്ങനെയൊക്കെ വിവിധ തലത്തിൽ പഞ്ചായത്ത് തലത്തിൽ നല്ല ഒരു ഇവാലുവേഷൻ നടത്തിക്കൊണ്ട് അവിടെ പഞ്ചായത്തിന്റെ പ്രഖ്യാപനം കൃത്യമായി നമ്മൾ ഈ നേടിയിട്ടുള്ളത് നിലനിർത്തിക്കൊണ്ടും എവിടെയെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് ഒരു സസ്റ്റൈനബിലിറ്റി ഇതിനുണ്ടാവണം, ഒരു സുസ്ഥിരത ഉണ്ടാവണം. നമ്മുടെ ഗവൺമെന്റ് ലക്ഷ്യം വെക്കുന്നത് 2025 ആകുമ്പോഴേക്കും ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിൽ എത്തണം എന്നുള്ളതാണ്. അത് ആ ഒരു വലിയ സ്വപ്ന സാക്ഷാത്കാരത്തിന് നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ജോൺ തോമസ്, കെ ജി സന്തോഷ്, എ ശോഭ, ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജീവൻ, കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീഹരി കൊട്ടീരേത, കണ്ടലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തയ്യിൽ പ്രസന്നകുമാരി, ചേപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു രാജേന്ദ്രൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിശ്വപ്രസാദ്, പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു ചെല്ലപ്പൻ, മുതുകുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലാൽ മാളവ്യ, ചിങ്ങോലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിനി ജി, ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രേഖ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി ഉണ്ണികൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജനുഷ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗീത ഷീജി, അംഗങ്ങളായ ഡോക്ടർ പി വി സന്തോഷ്, ഷീജി പ്രകാശ്, സുനിൽ കൊപ്പാറേത്ത്, ബിന്ദു സുഭാഷ്, കെ അജിത എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ശ്രീദേവി പി റിപ്പോർട്ട് അവതരിപ്പിച്ചു. മാലിന്യ സംസ്കരണ ശുചിത്വ പ്രവർത്തനങ്ങളുടെ മികവിൽ കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിനെ മികച്ച 1ാമത്തെ ഗ്രാമപഞ്ചായത്തായും പത്തിയൂർ ഗ്രാമപഞ്ചായത്തിനെ മികച്ച 2ാമത്തെ ഗ്രാമപഞ്ചായത്തായും തിരഞ്ഞെടുത്തു. ട്രോഫിയും നൽകി. കൂടാതെ ശുചിത്വ രംഗത്തെ വിവിധ മേഖലകളിലെ മികവിന് ബ്ലോക്ക് തലത്തിലും പഞ്ചായത്ത് തലത്തിലും അർഹരായവർക്ക് ആയുർജ ഫലവൃക്ഷ തൈകൾ ഉപഹാരമായി നൽകി. മികച്ച നേട്ടം കൈവരിച്ച ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള 8 ഗ്രാമപഞ്ചായത്തുകൾക്ക് മൊമന്റോയും നൽകി. സി ഡി നെറ്റ് ന്യൂസ്, കായംകുളം.